ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ വളരെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തപ്പെട്ടു എന്ന നിരീക്ഷണം നിൽക്കുന്നു. കേരളം ഇപ്പോൾ കർണാടക ഈ രൂപത്തിൽ പെരുമാറുമ്പോൾ കേരളം ഇത്തരത്തിൽ മനുഷ്യരെ ചേർത്തു പിടിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിൽ ഏറ്റവും വലുതാണ് വയനാട്ടിലെ മോഡൽ ടൗൺഷിപ്പ്. അവിടുത്തെ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് അതിൻ്റെ ജന്മവാർഷികത്തിൽ ഡിസംബർ 28 ഇന്നലെ തറക്കല്ലിടുമെന്ന് പറഞ്ഞതാണ് സിദ്ദിഖ് സ്ഥലം MLA. അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഈ താരതമ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടേ. അത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കാവുന്നത് കൂടിയാണ്, പ്രതിരോധത്തിലാക്കുന്നതുമാണ്. സിദ്ദിഖ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ തൗഫീഖിലേക്ക് വരാം. പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ ആഗ്രഹം ഡിസംബർ മാസം 28 കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 28 കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ സെന്റൻസ് തന്നെ പറയും, ആഗ്രഹം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാനിപ്പോൾ അതിൽ പറഞ്ഞൊരു 10 ദിവസത്തിനകം ഇൻ ഡീറ്റെയിൽ പത്രസമ്മേളനം അത് നിർവഹിക്കപ്പെട്ടതിന് ശേഷം നടത്തും എന്നുള്ളത് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും പറയാം. ഞങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും. തൗഫീഖ് ഇപ്പോഴും ആഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇന്നലെ നല്ല ദിവസമായിരുന്നു, കോൺഗ്രസിന്റെ ജന്മദിനമായിരുന്നു, AK ആന്റണിയുടെ ജന്മദിനമായിരുന്നു. മാധ്യമങ്ങളൊക്കെ ആ രൂപത്തിൽ അത് കേക്ക് ഒന്നിച്ചു മുറിച്ചതൊക്കെ വാർത്തയായി വന്നു. ആഗ്രഹം നടപ്പാക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്, കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ സമീപനം കേരളത്തിലെ കോൺഗ്രസിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ എടുത്തിട്ടുള്ള ഒരു മനുഷ്യന് നേരെയും പാടില്ലാത്ത വിധം നിയമവിരുദ്ധമായി അവരെ കുടിയിറക്കി. പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത് എങ്ങനെയാണ് എന്നതൊക്കെ ഇപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതും വലിയ ചർച്ചയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളും സമാധാനം പറയേണ്ടി വരുന്ന ഒരു പ്രശ്നമാണല്ലോ അത്. ഇവിടെ ശരത്ത് ഇത് പറയുമ്പോഴാണ് ഈ കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട, ഇല്ലെങ്കിൽ നിങ്ങൾ പേര് നൽകിയിരിക്കുന്ന ഈ കർണാടകയിലെ ബുൾഡോസർ രാജ്, ഇതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത്. ആ വാർത്തയുടെ വ്യക്തത അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഇടപെടലിനെ സ്വാഭാവികമായിട്ടും കർണാടകയിലെ മാധ്യമങ്ങൾ, ഇല്ലെങ്കിൽ കർണാടകയിലെ CPM നേതൃത്വം തള്ളി പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളടക്കം നമുക്ക് മുന്നിലൂടെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഉണ്ടായ സംഭവം അവരുടെ പ്രസ്താവന വന്നു. CPIM കർണാടക സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവന ഇന്ന് പുറത്തു വന്നു. ആ മാധ്യമ വാർത്തകൾ തെറ്റാണ്. അത് ശരിയല്ലെങ്കിൽ പറഞ്ഞോളൂ. ശരി, അത് അങ്ങ് പറയുന്നത് വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ, അതിനപ്പുറത്തേക്ക് അങ്ങ് പറയുന്നത് വാദത്തിന് വേണ്ടി അങ്ങ് പറയുന്നതും ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ, അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നു, അവിടെ ബഹുമാനപ്പെട്ട കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സ്ഥലം സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായ തരത്തിലുള്ള പരിഹാരം കാണുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ക്രൂരതയും നരനായാട്ടും ഈ പറഞ്ഞ മര്യാദകളും കഴിഞ്ഞിട്ട് അതാണ് പ്രശ്നം. എല്ലാം ചെയ്തു വെച്ച് മാധ്യമങ്ങളിലൂടെ കർണാടകയിൽ കോൺഗ്രസ് പറഞ്ഞു പറ്റുന്നില്ല. എന്താണ് ശ്രീ ജയചന്ദ്രൻ? കർണാടകയിലെ ജനങ്ങൾ അല്ല, തൗഫീഖിനോട് ഒറ്റ സംശയം. ഈ DK ശിവകുമാർ സന്ദർശിക്കുമെന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ ഇത് കർണാടക സംസ്ഥാന റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിലായി നടന്നത്. എവിക്ഷൻ നടത്തിയ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോയി കാണാനൊന്നുമില്ല. അവർക്കൊക്കെ അറിയാവുന്ന, നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. തൗഫീഖ്, ഇനി DK പ്രത്യേകിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കൃത്യമായിട്ടുള്ള പരിഹാരം സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹരിക്കും. അല്ലാതെ CPM അജണ്ട കേരളത്തിലെ നടപ്പാക്കണമെന്ന് പറയരുത്. അതിനോടൊപ്പം തന്നെ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട T സിദ്ദിഖ് MLA തന്നെ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? ഈ പദ്ധതി നടപ്പാക്കില്ല. അതായത് വയനാട് പുനരധിവാസം നടപ്പാക്കില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഇല്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഡിസംബർ 28 കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ ഇതിന് തറക്കല്ലിടണം എന്നാണ് ആഗ്രഹം.
ഇപ്പോഴും ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നില്ല. ഉണ്ടാക്കിയേക്കാം. ഇവിടെ ഊരാളിങ്ങളുടെ മുന്നിൽ നിർത്തി നിങ്ങൾ കോടികൾ ലാഭം ഉണ്ടാക്കി അതിന്റെ കമ്മീഷന്റെ പണം നിങ്ങളുടെ അക്കൗണ്ടിലും ധാരാളം ഉണ്ട്. ഉമ്മൻചാണ്ടിയാണ് സാർ ഏറ്റവും കൂടുതൽ കരാറുകൾ അവർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തത്. കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കില്ല. ടെൻഡർ അനുസരിച്ചാണോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടെൻഡർ പ്രകാരമാണോ ഈ ഊരാളിങ്കൽ സൊസൈറ്റിക്ക് അവിടെ കൺസ്ട്രക്ഷനുള്ള അനുമതി? ഇവിടുത്തെ ചർച്ചാ വിഷയം അതൊന്നുമല്ല. അതല്ല, നമ്മൾ ഗോൾ പോസ്റ്റ് മാറ്റാൻ നിൽക്കണ്ട. ശ്രീ അനിൽകുമാർ, ഏതായാലും താങ്കളുടെ കൂടി അതാണ് ഒരു ചർച്ചാ വിഷയം. കൈരളിക്ക് അതൊരു ചർച്ചാ വിഷയമല്ല സാർ. അതൊന്നുമല്ല, നമ്മൾ ഇതൊക്കെ എത്രയോ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ശ്രീ അനിൽകുമാർ, കോൺഗ്രസ് പറഞ്ഞ നിലപാടിൽ ടെൻഡർ ഇല്ലാതെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം വർക്കുകൾ കൊടുക്കാൻ യോഗ്യമായ സ്ഥാപനമാണ് എന്ന് ആദ്യം അംഗീകരിച്ചയാൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. വന്നത് UDF. തർക്കത്തിനൊന്നും ഞാനില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ അനിൽകുമാർ വേഗത്തിൽ. ശ്രീ അനിൽകുമാർ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇങ്ങനെ ടെൻഡർ വേണ്ടതില്ല എന്ന് ഉത്തരവിറക്കിയ ഉമ്മൻചാണ്ടിയാണ്. പിന്നെ അത് ഉത്തരവ് മാറ്റാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയില്ല. ഉമ്മൻചാണ്ടി 2016 പോയല്ലോ. ഞങ്ങൾ ഊരാളുങ്കലിനെ നിലനിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും മാതൃകാപരമായ സ്ഥാപനം പ്രവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാരിന് തന്നെ നമ്മുടെ ദേശീയപാത പദ്ധതി അവരിപ്പോൾ കാസർഗോഡ് പൂർത്തിയാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് അവരെ ക്വാളിഫൈ ചെയ്യുക. അവർ നടത്തി ഏത് വർക്കാണ് മോശം നിങ്ങൾ പറയും. പിന്നെ കമ്മീഷൻ എന്നൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ നിങ്ങളുടെ രീതിയാണ്. പാലാരിവട്ടം മാതൃക. ഞങ്ങൾക്കത് ശീലമില്ല. അടുത്തത് എന്താ പ്രശ്നം എന്താണ്? യഹലങ്കയിൽ ഇവർ ഒഴിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ശരി, എവിടേക്ക് ഒഴിപ്പിക്കും? അവരെ എവിടെ കൊണ്ട് താമസിപ്പിക്കും? ഏത് സ്ഥലം? അവിടെ കെട്ടിടം പണിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കെട്ടിടം പണിത് ഇന്നയാൾക്ക് ഇന്ന കെട്ടിടം തീരുമാനിച്ചിട്ടും കൊണ്ട് മാറ്റിയാൽ പോരെ? പണിതിട്ട് മാറ്റിയാൽ പോരെ? നിങ്ങളെന്താ പറ്റിയത്? അവിടെയുള്ള ആളുകളെ തല്ലിയിറക്കി, കെട്ടിടം ഇടിച്ചു പൊളിച്ചു. ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ കുടിലുകളാണോ? അല്ല, എത്രയോ കൊല്ലം കൊണ്ട് മനുഷ്യൻ കെട്ടിയ കെട്ടിടമാണ്. 10-30 കൊല്ലമായിട്ട് മനുഷ്യൻ അവിടെ ജീവിക്കുന്നു. പൊളിച്ച കെട്ടിടങ്ങൾ കണ്ടാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. അതിന് കറണ്ട് എവിടെയുണ്ട്? അവിടെ റേഷൻ കാർഡുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കർണാടകത്തിൽ നടന്നിവിടെ ഇരിക്കട്ടെ, കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ നടക്കുമെന്ന്, കേരളത്തിൽ ഈ പരിപാടി നടക്കുമെന്ന് എൻ്റെ ചോദ്യം. കോൺഗ്രസിൻ്റെ പകുതി പറഞ്ഞാൽ മതി, മുസ്ലിം ലീഗുകാർ പറഞ്ഞാൽ മതി, ഞങ്ങളിത് മലപ്പുറത്ത് നടപ്പാക്കും. കേരളത്തിൽ LDF മാതൃകയുണ്ടേ. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തപ്പോൾ നിങ്ങൾ സമരം ചെയ്തു. എന്താ പിണറായി വിജയൻ ചെയ്തത്? പിണറായി വിജയൻ ഫേസ്ബുക്ക് ഇട്ടിട്ട് ആ കർണാടകത്തിലെ സർക്കാരിനോട് പറയാനുള്ള ആർജവം പിണറായി വിജയൻ എങ്ങനെ ഉണ്ടായി? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാശ് ദേശീയപാതയ്ക്ക് കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ദേശീയപാത തർക്കം വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഉയർന്ന വില കൊടുത്ത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എടുത്തോ എന്ന് പറഞ്ഞ ആളുകൾ സർക്കാരിന് പിന്നാലെ നടക്കുക കേരളത്തിൽ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആർജവം ഉണ്ടായത് കേട്ടോ. കേരളത്തിൽ ദേശീയപാതയ്ക്കും മറ്റ് വികസന പദ്ധതികൾക്കും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നടുക്കുന്ന വാർത്തകൾ വരുമ്പോൾ കർണാടകവും കേരളവും തൊട്ടപ്പുറവും ഇപ്പുറമുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഭരണപരമായ ഇത്തരം താരതമ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത് വളരെ സ്വാഭാവികമാണ്.